നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്തൊക്കെയാ താഴോട്ട് പോവാ. എന്നിട്ട് ഇല്ലേ നമുക്കൊന്ന് ടി വി കാണാം. അതിനേക്കാൾ നല്ലത് ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാലേ നമുക്കില്ലേ എന്താ പറയാ എന്തുട്ടാ പറയാ അമ്മ, ഇവനില്ലേ ഹൾക്ക്, അവനെ നമുക്ക് അടിച്ചാലാ, നമുക്ക് മസിലൊക്കെ വെച്ചില്ലേ നമുക്ക് അവനടിച്ചാലാ ഇന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമുക്കില്ലേ അങ്ങനെ വിളിക്കാൻ പുറത്തുപോയി, പക്ഷെ സ്വന്തം വണ്ടി ഇവിടെ വെച്ചേക്കാ. കാരണം ഇല്ലേ വണ്ടിയില് പെട്രോൾ തീരാണ്ടിരിക്കാൻ. നമുക്കൊരു കാര്യം ചെയ്താലാ, അണ്ണനെ വിളിക്കാം നമുക്ക്. ഓക്കെ, ഫോണോടെ എന്റെ ഫോണ് എവിടെ? എന്റെ ഫോൺ. ഹലോ അണ്ണാ, ഞാനാ വിളിക്കണത്. എന്താന്ന് വെച്ചാലേ ഞാനില്ലേ അവഞ്ചേഴ്സിനെ അടിക്കാൻ പോകട്ടെ. എന്തിനാണോ? നിനക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല. പോണ്ട. ശരി എന്നാ ഞാൻ പോള്ള. ശരി അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഈ അണ്ണൻ പറയണില്ലേ പോണ്ടെന്ന്. ഞാൻ അനുസരിക്കൊന്നുമില്ല, ഞാൻ പോട്ടെ. പക്ഷെ ഞാൻ അണ്ണന്റെ വണ്ടി എടുക്കൂല, ഞാൻ ഓട്ടോ വിളിച്ചു പോകും. കാരണം ഇല്ലേ ഈ വണ്ടി എനിക്ക് ഓടിക്കാൻ ലൈസൻസ് ഇല്ല. എന്റെ പ്രായമുള്ളവർക്ക് ഓടിക്കും, പക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഓട്ടോനെ വിളിക്കാം. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ചിടാം. ഓക്കെ ഗീസ്, അതിന് ഓട്ടോ എന്തൊക്കെയാ? ഈ ഓട്ടോക്കാരനെ ഇല്ലേ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണ്ട്. ഞാൻ പറയട്ടെ. എടാ, ഇങ്ങോട്ടാ പോണ്ടത്? അതെ, എനിക്ക് പോകണ്ടല്ലേ അവഞ്ചേഴ്സൊക്കെ താമസിക്കണ വീട്ടില്ലേ അവിടെ. ഓ, അവിടേക്കല്ലേ? ഞാൻ ഇപ്പൊ ആക്കി തരാം. രജക്ക, എന്താണ് ഇവിടെ പരിപാടി? എനിക്ക് ഹൾക്കിനെ അടിക്കാം. എന്താണ് കോമഡി വാങ്ങണേ? ഒന്ന് കോമഡി വാങ്ങാണ്ടിരിക്കണ. നിർത്ത്, ഞാനിവനെ അടിക്ക. നമുക്കില്ലേ വേറെ റൂമിൽ പോയിട്ട് ഇവനെ അടിക്കാം. ശരി, ഞാൻ വന്നി. എടാ, ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനാവും. ഞാൻ അടിക്കാൻ പോണ്. 3, 2, 1. അയ്യോ, അടിക്കലേ. നമ്മളെ ഹൾക്ക് വിളിച്ചോണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയില്ല. ഹൾക്ക് ഇപ്പൊ വീട്ടിലില്ലെന്ന് പറഞ്ഞു, ആരും ഇല്ലെന്ന്. അവന് ബോധമില്ലാണ്ട് കിടക്കുന്നു. നമുക്ക് അവനെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, അല്ലെങ്കിൽ വേണ്ട വീട്ടിൽ കൊണ്ടുപോവാ അവനെ. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഹൾക്കിനെ അടിച്ചോട്ടേന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഈ പൊട്ടാൻ ഒന്നും അറിയാൻ പാടില്ലാണ്ട് ചെന്ന് ഇവനില്ലേ കൈക്ക് മസിലൊന്നും തോന്നില്ലേ ആ ഹൾക്കിനെ അടിക്കാൻ പോയേക്കണ്. അല്ലെങ്കിൽ ഈ ഓവർ കോൺഫിഡൻസ് ഇല്ലേ ഔട്ടൊന്നും നല്ലതല്ല. ഓവർ കോൺഫിഡൻസ് നമ്മളതില്ലേ മാറ്റിയിടും. അതാണ് പ്രശ്നം. അണ്ണായിപ്പ എന്തുണ്ടായ എനിക്ക് ആൾക്ക് ഇടി കിട്ടിയ മാത്രമേ ഓർമ്മയുള്ളൂ. നിനക്ക് ബോധം വന്നാ? ശരി അണ്ണാ, ഞാൻ എല്ലാ കാര്യവും പറയാം. അണ്ണൻ പറഞ്ഞ ശരിയാണ്, പോവാൻ പാടില്ല. ഞാൻ വീടിന്റെ അകത്ത് എന്ന് പറയാ, ആൾക്കാർ കേട്ടായില്ലേ നാണക്കേടായിരിക്കും എനിക്ക്. ഷിൻചാനെ, ഇനി പറയാം എന്താ സംഭവിച്ചത്. ഞാൻ ഈ ഓട്ടോയില് പോയിട്ടില്ലേ, എന്നിട്ട് അവിടേക്ക് എത്തി. എന്നിട്ടില്ലേ അവന്മാരുടെ അടുത്ത് ഞാൻ ചാട കാണിച്ച് അവന്മാരെന്നെ വേറെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് എന്നെ ഇട്ട് അടിച്ച്. അത് ശരി, ഇനി ഞാനില്ലേ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവന്മാരുടെ അടുത്ത് നീ പോയാ മതി. വലുതാവട്ടെ നീ ആദ്യം. ശരി അണ്ണാ, ശരി. സോ ഗായ്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ. പണ്ടേ കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത്